നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ ഭൂമിയിൽ എത്തിക്കാനുള്ള ദൗത്യവുമായി സ്പേസ് എക്സ് ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടു. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ഫാൽക്കൺ 9 റോക്കറ്റിലാണ് സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപിച്ചത്. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 4:30-നാണ് 4 ബഹിരാകാശ സഞ്ചാരികളുമായി പേടകം പുറപ്പെട്ടത്. നാളെ രാവിലെ 9 മണിക്കാണ് ഗ്രൂപ്പ് 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുക. ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന 9 സംഘത്തിലെ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ കൊണ്ടുവരികയാണ് ക്രൂവിന്റെ പ്രധാന ലക്ഷ്യം. 2024 ജൂണിലാണ് സുനിത വില്യംസും വിൽമോറും 8 ദിവസത്തെ ദൗത്യത്തിനായി ബോയിംഗ് പരീക്ഷണ സ്റ്റാർലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെടുന്നത്. സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക തകരാറുകളെ തുടർന്ന് കഴിഞ്ഞ 9 മാസത്തിൽ അധികമായി ഇവർ അവിടെ തന്നെ തുടരുകയാണ്. പലതവണ ഇവരെ മടക്കിക്കൊണ്ടുവരാൻ നാസ ശ്രമിച്ചിരുന്നു. എന്നാൽ ഓരോ തവണയും പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് നടന്നിരുന്നില്ല. ഹീലിയം ചോർച്ചയും മറ്റു തകരാറുകളും വെല്ലുവിളിയാവുകയും ചെയ്തു. വരുന്ന മാർച്ച് 19-നാണ് ഇരുവരെ ഭൂമിയിൽ എത്തിക്കുമെന്ന് നാസ അറിയിച്ചിരിക്കുന്നത്. ഇവരുടെ തിരിച്ചുവരവിന് മുന്നോടിയായി ചില മുന്നറിയിപ്പുകളും വിദഗ്ധർ നൽകുന്നുണ്ട്. ഇതൊരു സാധാരണ തിരിച്ചുവരവല്ലെന്നും ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടാൻ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നുമാണ് നാസയുടെ ബഹിരാകാശ യാത്രികനായ ലെറോയ് ചിയാവോ വ്യക്തമാക്കുന്നത്. വളരെ കാലമായി ബഹിരാകാശത്ത് തുടരുന്നത് കൊണ്ട് തന്നെ തിരിച്ചെത്തുമ്പോൾ ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് സമാനമായ അനുഭവങ്ങളാവും ഉണ്ടാവുക. ചർമ്മത്തിന്റെ കട്ടിയുള്ള ഭാഗം നഷ്ടപ്പെടും. ഭാരമില്ലായ്മ മൂലമാണ് കാലിലെ ഈ കട്ടിയുള്ള ഭാഗം ചുരുങ്ങുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു. ഭാരമില്ലാത്ത അന്തരീക്ഷത്തിലാണ് അവർ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ തിരിച്ചെത്തുമ്പോൾ മറ്റു ചില പാർശ്വഫലങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരും. തലകറക്കം, ഛർദി എന്നിവയും അതിൽപ്പെടുന്നു. തനിക്ക് പനിയാണ് അനുഭവപ്പെട്ടിരുന്നത് എന്നാണ് 2 ആഴ്ചത്തോളം അതിന് വേണ്ടിവന്നു അതിൽ നിന്ന് മോചനം നേടാനെന്നും നാസയുടെ മുൻ ബഹിരാകാശ യാത്രികൻ വെളിപ്പെടുത്തി. ബഹിരാകാശത്ത് നിന്ന് തിരിച്ചെത്തുന്നവർക്ക് ഭൂമിയുമായി പൊരുത്തപ്പെടാൻ ആഴ്ചകളെടുക്കുമെന്നാണ് ഇവർ വെളിപ്പെടുത്തുന്നത്. യാത്രികർ ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട പല രാഷ്ട്രീയ ചർച്ചകളും ഉണ്ടായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, സ്പേസ് എക്സ് CEO എലോൺ മസ്ക് എന്നിവർ മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ വിമർശിച്ച് ഈ സാഹചര്യങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട്.